നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ഒരു വാർത്തയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വാഹന അപകടങ്ങൾ സംഭവിക്കുമ്പോൾ സൗജന്യമായി അടിയന്തര ചികിത്സ ലഭിക്കുന്ന പദ്ധതിയെക്കുറിച്ചാണ്. ആയുഷ്മാൻ ഭാരതിൽ എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിലാണ് ഇതിന്റെ പൂർണ്ണ സേവനം ലഭ്യമാകുക. മറ്റ് ആശുപത്രികളിലാണെങ്കിൽ അപകടനില തരണം ചെയ്യുന്നത് വരെയുള്ള ചികിത്സ മാത്രമാണ് ലഭിക്കുക. 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചും കേരളത്തിൽ എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളെക്കുറിച്ചുമെല്ലാം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അറിയണമെന്നുള്ളവർ ചാനൽ കയറി വീഡിയോകൾ കാണാവുന്നതാണ്. വിഷയത്തിലേക്ക് വരാം. രാജ്യത്തെവിടെയാണെങ്കിലും അപകടങ്ങളിൽപ്പെട്ട് പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാവുന്ന ആശുപത്രികളിലേക്കാണ് പോകുക. അപ്പോൾ കയ്യിൽ പണമുണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ ആയിരിക്കാം. എന്നിരുന്നാലും പരിക്കേറ്റയാൾക്ക് ഇനി 1.5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ ലഭിക്കും. വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് രാജ്യത്തെവിടെയും പണമടയ്ക്കാതെ 1.5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ കിട്ടുന്ന പദ്ധതിയുടെ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ഈ പദ്ധതി മെയ് 5 മുതൽ നിലവിൽ വന്നു എന്നാണ് വാർത്തകൾ. പക്ഷേ സംസ്ഥാനങ്ങൾക്ക് അതിന്റെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു. കേന്ദ്ര ഗതാഗത മന്ത്രാലയം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പിന്നീട് പുറത്തിറക്കുമെന്നാണ്. അപകടം സംഭവിച്ച ദിവസം മുതൽ 7 ദിവസത്തേക്കോ അല്ലെങ്കിൽ പരമാവധി 1.5 ലക്ഷം രൂപ വരെയോ ഉള്ള സൗജന്യ ചികിത്സയാണ് ലഭിക്കുക. പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ പൂർണ്ണ സേവനവും മറ്റ് ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചതെങ്കിൽ അപകടനില തരണം ചെയ്യുന്നത് വരെയുള്ള ചികിത്സയുമാണ് ലഭിക്കുക. ആശുപത്രികൾക്ക് ചികിത്സാ തുക ക്ലെയിം ചെയ്യാൻ വേണ്ടി പ്രത്യേക പോർട്ടൽ സജ്ജീകരിക്കും. പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല ദേശീയ ആരോഗ്യ അതോറിറ്റിക്കാണ്. പക്ഷേ നോഡൽ ഏജൻസികൾ സംസ്ഥാന റോഡ് സേഫ്റ്റി കൗൺസിലുകളാണ്. 10 ദിവസത്തിനുള്ളിൽ ക്ലെയിമുകൾ തീർപ്പാക്കി പണം ആശുപത്രികൾക്ക് കൈമാറും. ഇതിനുള്ള ഫണ്ട് മോട്ടോർ വാഹന അപകട ഫണ്ടിൽ നിന്നാണ്. ഓരോ ഘട്ടത്തിലും ആവശ്യമായി വരുന്ന ചികിത്സകൾ ഏതാണെന്നും ഓരോ ചികിത്സയ്ക്കുമുള്ള പരമാവധി ചെലവ് എത്രയാണെന്നും ദേശീയ ആരോഗ്യ അതോറിറ്റി തന്നെയാണ് നിശ്ചയിച്ച് ആശുപത്രികൾക്ക് കൈമാറുക. ഈ പട്ടിക പ്രകാരമായിരിക്കും ക്ലെയിമുകൾ അനുവദിക്കുക. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ.